പൊട്ടേ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഇതൊരു ഓളം പടം അല്ല. ഇതില് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ ലോജിക്കൽ റീസണിങ്ങോ ഇതിൽ റാഷണൽ ആയിട്ട് ചിന്തിച്ച സിനിമയൊന്നും അല്ല. ക്രിഞ്ച് അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചെക്കോസ് കണ്ട് മറ്റേ സിമെന്റ് സീന് റിയൽ ലൈഫ് സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും, അതായത് ഇതിൽ വിനീത് ശ്രീനിവാസൻ തന്നെയായിട്ടാ, ഷാൻ റഹ്മാനായിട്ട് തന്നെ. ഇപ്പം വിനീതിന്റെ ശിഷ്യയാണ് ബേസിൽ, പിന്നെ ടൊവിനോയും ബേസിൽ എങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ ഇത് ഒരു ഇന്റർടെക്സ്റ്റാലിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതും കൂടെ കണക്ട് ആയാലും പടം കണക്ട് ആവുള്ളൂ. വെറും പ്യൂർ ക്യാരക്ടേഴ്സ് ആയിട്ട് അങ്ങനെ കണ്ടു ഇതൊരു സിനിമയാണ്, അവര് വേറെ ലൈഫ് അങ്ങനെയല്ല. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ബേസിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഹൈപ്പർ ആയിട്ടുള്ള, എല്ലാം ഞാൻ മാനേജ് ചെയ്യും, ഒരു ക്രൈസിസ് മാനേജർ ആയിട്ടുള്ള, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് ബേസിൽ. പക്കയാണ്. എസ്പെഷ്യലി ബേസിന്റെ ലുക്ക്. ബേസിൽ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പണ്ട് അസമയത്തിൽ ജി എസ് പ്രതിന്റെ ഉള്ളത് മുതൽ നമ്മൾ അത് പിന്നെ ഇപ്പൊ എടുത്തതായതാണ്. ബട്ട് ബേസിൽ ഇത് ലുക്ക് എടുത്ത് പറഞ്ഞേ പറ്റും. അദ്ദേഹം അതിനടുത്ത് എഫേർട്ട്, അത് വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഓൾറെഡി അദ്ദേഹത്തിന് ഉള്ള പ്രായം തോന്നൂല. അതൊരു ഫാക്ടാണ് ബേസിലിന്. അതൊരു അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിന്, ധനുഷിനെ പോലെ. അപ്പോൾ ബേസിൽ കറക്റ്റ്. പിന്നെ ഓഫ്കോഴ്സ് പുള്ളിയുടെ ഹെയർ സ്റ്റൈലും പരിപാടിയും എൻട്രിങ്ങും മൊത്തത്തിൽ. പിന്നെ ബേസിലും ഈ ഡിലുലും, അതായത് റിയാഷിബു ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്. റിയാഷിബുവിനൊന്നും അങ്ങനെ വല്ലാണ്ട് എന്താ പറയുക എല്ലാ സീൻസിലും കുത്തിക്കയറ്റി അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിലൊന്നും തീരെയില്ല. റിയാഷിബുവിനെ കാണിക്കുന്നത് പോകുന്നതല്ലാതെ അവർക്കൊരു ഒരു പ്രോമിനന്റ് റോൾ കൊടുത്ത് അങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹാഫ് പട്ടേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതൊരു ഓളം പടം. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കൂടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസും അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സിനിമ. അതായത് ആ ജോൺറയ്ക്ക് അനുസരിച്ചുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്ന അങ്ങനത്തെ ഉള്ള സിനിമ സമയത്ത് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ ഞാൻ രസിച്ചിട്ടുള്ള സിനിമയാണ് അത്. കാരണം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് പോകുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് ഫിലിമായി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ പെട്ടെന്ന് അവിടെ കോൺഫ്ലിക്റ്റ് വരാം, ഒരു മെയിലീഗോ, ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ്. അവിടെ നമ്മുടെ ടൊവിനോ തോമസ് വരുന്നത്. ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി കുറച്ച് നാളായിട്ട് ചെയ്തു വരുന്ന അങ്ങനത്തെ ക്യാരക്ടറേ അല്ല. കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. പുള്ളി ഒരു ലോക്കൽ സെറ്റപ്പുള്ള പക്ക ലോക്കൽ, ഉത്സവം നടത്തുന്ന, പാട്ട് പാടുന്നു. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ ആൾക്കാർ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മേൽപൂരാൻ വരണ്ട, എല്ലാ നാട്ടിലുണ്ട്. അതായത് സ്വയം വലിയ പാട്ടുകാരനാണെന്ന് വിചാരിക്കുകയും അതോടൊപ്പം തന്നെ പാട്ട് കമ്പോസ് ചെയ്യും, ഗാനങ്ങൾ നടത്തുകയും ആൾക്കാരെ വിളിച്ച് കൂട്ടി ഉത്സവം നടത്തുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു പക്ക ക്യാരക്ടർ. അദ്ദേഹത്തിന് മറ്റേ ഈ പരിപാടിയുണ്ട്, ഏത് തോട്ട അറിയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സാധനം. ബട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് അൺവാണ്ടഡ് റെഫറൻസസ്, ഓൾസോ കുറച്ച് സ്ട്രെച്ചിങ്. 2 മണിക്കൂർ 40 മിനിറ്റാണ് സിനിമ, 2 മണിക്കൂർ 38 മിനിറ്റ് എക്സാക്ട്ലി. പക്ഷെ അതിൽ കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ടായിരുന്നു. ബട്ട് വിനീത് ശ്രീനിവാസനും ഷാനും തമ്മിലുള്ള കോമ്പിനേഷൻ, ഷാൻ ഈസ് എ നൈസ് ആക്ടർ. അതായത് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി വർഷങ്ങൾക്ക് ശേഷം കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പേഴ്സണലി ഇത് ഒരു കിഡ്ലൻ എൻ്റർടൈൻമെൻറ്റാണ്. ഇത് ഞാൻ പറയും, ഇതിൽ ഒരു ഫ്ലോസും ഇല്ലാത്ത, ഒരു പെർഫെക്റ്റ്, ഒരു അസാധ്യ ഇമോഷണൽ കണക്ട് ആയ, എല്ലാ മേഖലയിലും എന്താ പറയുക ടെക്നിക്കൽ ഞാൻ പറയുന്നത് എല്ലാ അങ്ങനെയൊന്നുമില്ല. ഇതിൽ കുറേ ഫ്ലോസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ നല്ല രീതിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൽ മട്രീസ് ആയി കഴിഞ്ഞാലും മറ്റു പരിപാടി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ക്യാമ്പസിലെ പരിപാടികൾ, ഞാൻ നേരത്തെ ഏർലിയർ ഞാൻ പറഞ്ഞില്ലേ, ക്രൗഡിനെ വെച്ചിട്ട്, റിയൽ ക്രൗഡിനെ വെച്ചിട്ട്, CGI മറ്റേ പരിപാടിയൊന്നുമില്ല, റിയൽ ക്രൗഡിനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ഡേയ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം മൊത്തം വെച്ചിട്ട് നല്ലൊരു പരിപാടി ഉണ്ട്. ഇതൊരു പ്യുവർ യൂത്ത് എന്റർടൈൻമെന്റ്.